മ്യൂസിക്കൽ ബാൻഡിനെ കുറിച്ച്, ഇന്ന് ഇവിടുത്തെ പാട്ടുകാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ, ഇൻ ജനറൽ. അപ്പം നമ്മുടെ പാട്ട് തുടങ്ങുമ്പോൾ പഴയ കാലത്തൊക്കെ ആത്മനിറവുള്ളവർ ചമ്മടിക്കും, ആത്മനിറവുള്ളവർ പാടും, ആത്മനിറവുള്ളവർ ദൈവദാസന്മാർ ഫ്രണ്ടിൽ വന്ന് നിന്ന് അവരുടെ കൂടെ നിന്ന് ഗൈഡ് ചെയ്യും. അതിൻ്റെ ഒക്കെ നടുവിൽ ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലേക്ക് ആത്മനിറവിൽ ആരാധിക്കുന്ന ആരാധനയിലേക്ക്, വിശുദ്ധിയുടെ ആരാധനയിലേക്ക് നാം മടങ്ങി വരണം. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നാഥാൻ പ്രവാചകൻ വന്ന് അവനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു. ആ ഉദാഹരണത്തിനകത്ത്, അത് വിശദീകരിക്കാൻ എൻ്റെ മുമ്പ് സമയമില്ല, ആ ഉദാഹരണത്തിനകത്ത് ഒരു കാര്യം, ഒരു പാവപ്പെട്ടവന് ഒരു ആട് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ നീ അതിനെ എടുത്തു, നീ എൻജോയ് ചെയ്തു. നിനക്ക് ഒരുപാട് ആടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാനത് വിശദീകരിക്കണ്ടല്ലോ, കഥയെല്ലാം നിങ്ങൾക്കറിയാം. അക്കാര്യം ഇന്ന് ദേശങ്ങളിൽ, സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ദുഃഖകരമായ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എവിടെയെങ്കിലും ഒരു പാവപ്പെട്ട ദൈവദാസൻ വളരെ പ്രാർത്ഥിച്ച് ചില ആത്മാക്കളെ നേടിക്കൊണ്ടുവരുമ്പോൾ അതിനെ ചൂഷണം ചെയ്ത് വലിച്ചു കൊണ്ടുപോയി മറ്റൊരു ചർച്ചിലെ, വലിയ ചർച്ചിലെ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത്, ഞങ്ങൾക്കിവിടെ യൂത്ത് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വണ്ടി അയച്ചു തരാം, ഇനി വന്നാൽ മതി, നിനക്ക് പാട്ട് പാടാൻ അവസരം തരാം എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ദൈവദാസന്റെ കണ്ണുനീര് താഴെ വീഴാൻ നീ അനുവദിച്ചാലുണ്ടല്ലോ, നിനക്കൊരു ആത്മാവിനെ കിട്ടും, ആടിനെ കിട്ടും. സത്യമാണ്. പക്ഷേ സ്വർഗം പറയുന്നു, നിന്റെ ഭവനത്തിൽ രക്തച്ചൊരിച്ചിൽ മാറുകയില്ല, നിന്റെ തലമുറ ശുഭം പിടിക്കുകയില്ല. ഞാൻ ഈ പറയുന്നത് വളരെ ഖേദത്തോടെ ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാട് പറയുകയാണ്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. എല്ലാ ദൈവദാസന്മാരും നിർബന്ധമായും നിങ്ങളുടെ വിശ്വാസികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ദയവ് ചെയ്ത് മറ്റൊരു ദൈവദാസന്റെ ആടിനെ മോഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാകരുതെന്ന് വിശ്വാസികളോട് പറഞ്ഞ് അവരെ പഠിപ്പിക്കണം. നമുക്ക് ദേശത്തിൽ ആത്മാക്കളുണ്ട്, അവരെ നേടുവാനായിട്ട് എന്ത് ചെയ്യണം, എത്ര നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം, എന്ത് ചെയ്യണമെന്ന് അതവരെ ട്രെയിൻ ചെയ്യും. അങ്ങനെ ആകുമ്പം സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അല്ലെങ്കിൽ ദാവീദ് പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന, ചെയ്യേണ്ട കാര്യം ചെയ്യാതെ എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. ഞാനൊരല്പം ലേറ്റായിട്ടാണ് പ്രസംഗം തുടങ്ങിയെന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു സെക്കൻഡ് എടുക്കാൻ പറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കി. സോ ലെറ്റ് മീ ടെൽ യു, ബിഫോർ യു പ്രേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ക്രമീകരണം വരുത്താനുണ്ടെങ്കിൽ വരുത്തിയിട്ട്, മേലാൽ ഞാൻ ഇതുപോലുള്ള തെറ്റുകൾ ഒരു ചർച്ചിൽ നിന്നും വേറൊരു വിശ്വാസിയെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ തയ്യാറാകില്ല എന്ന് ദൈവത്തോടും പറഞ്ഞ്, മറ്റേതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതും ഏറ്റു പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമ്മുടെ വിഷയങ്ങളെല്ലാം എളുപ്പത്തിൽ ചെയ്തു തരും. God will work for us. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.